ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ബണ്ണിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചോക്ലേറ്റ് ഒരു പാത്രത്തിലേക്ക് പീസ് പീസാക്കി എടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി അതിനകത്തേക്ക് വേണ്ടത് പീനട്ട് ബട്ടർ, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു പീനട്ട് ബട്ടറാണ്. ഞാനിപ്പം ഇവിടെ എടുത്തേക്കുന്നത് സൺഡ്രോപ്പിൻ്റെ ആണ്. അത് ഏകദേശം ഒരു ഹാഫ് സ്പൂൺ പീനട്ട് ബട്ടർ എടുത്ത് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന മുറിച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പാൽപ്പൊടിയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് അമൂല്യയുടെ പാൽപ്പൊടിയാണ്. അത് അധികമൊന്നും വേണ്ട, ഒരു സ്പൂൺ പാൽപ്പൊടി. നമ്മളിതിലേക്ക് പാലും കൂടെ ചേർക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു എക്സ്ട്രാ സ്വീറ്റ്നെസ്സിന് ഒരു സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ടത് എന്തെങ്കിലും ഒരു ബൂസ്റ്റോ കോംപ്ലാനോ ഹോർലിക്സോ എന്തെങ്കിലും ഒന്ന്. ഞാനിവിടെ എടുത്തേക്കുന്നത് കോംപ്ലാനാണ്. കുറച്ചൊരു ചോക്ലേറ്റ് ഫ്ലേവർ വരുന്ന ഏതെങ്കിലും ഒന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ബൂസ്റ്റോ കോംപ്ലാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ എടുത്തേക്കുന്ന കോംപ്ലാനാണ്. അതും കൂടെ നമുക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 ബണ്ണ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ക്വാണ്ടിറ്റി ഇത്രയും കുറച്ചെടുക്കുന്ന സാധനങ്ങളുടെ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എത്ര ആണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പാലാണ്. പാലും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഒരു പാലെടുക്കുക, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പാലെടുക്കുക. ഒരു പാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എത്ര ആണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണോ ഫില്ലിങ് വേണ്ടത് അതനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്കിതിനെ ഒന്ന് ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ നമ്മൾ ഇട്ടേക്കുന്ന ചോക്ലേറ്റിനെയും ഈ പീനട്ട് ബട്ടറിനെയും ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലൊരു ക്രീം ആവുന്നത് വരെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് മിക്സ് ആവശ്യത്തിന് നല്ല മെൽറ്റായി എനിക്ക് വേണ്ടുന്ന ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തിക്നെസ്സിനാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് ഇതിനെക്കാട്ടി തിക്നെസ് കൂട്ടുകയോ വേണമെങ്കിൽ പീനട്ട് ബട്ടർ കുറച്ചും കൂടെ ആഡ് ചെയ്യുകയോ നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചേഞ്ചസ് വരുത്താം കേട്ടോ. ഇനി നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ബൺ എടുക്കുക. ബണ്ണെടുക്കുക. ബണ്ണെടുത്ത് ഇപ്പം ഞാൻ ഒരെണ്ണം ഹാഫാക്കിയും ഒരെണ്ണം ഫുള്ളാക്കിയാണ് ചെയ്ത് കാണിച്ചിരുന്നത്. 2 പീസാക്കി എടുത്തതിൻ്റെ നടുവിൽ ഇതുപോലെ നമുക്ക് ഈ ഫില്ലിങ് നിറയ്ക്കാനുള്ളൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു പിച്ചാത്തി വെള്ളം ഉപയോഗിച്ച് ഒരു മുറിവുണ്ടാക്കി അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് നിറയ്ക്കാം. അതുപോലെ തന്നെ ഒരു ഫുൾ ബണ്ണിലേക്കും കൂടെ ഞാനിത് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റാണ് ഗൈസ്, ട്രസ്റ്റ് മീ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് ഞാനിത് ഉണ്ടാക്കിയതെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴാണെങ്കിലും ചുമ്മാ നമുക്ക് ബണ്ണ് തിന്നാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്നോണം ബണ്ണ് കൊണ്ട് തന്നെയുള്ള വേറൊരു റെസിപ്പിയും കൂടെ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അത്രേ ഉള്ളൂ. ബൈ.